കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റിൽ ഉണ്ടായത് നാടകീയ രംഗങ്ങളാണ്. സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. VC-യുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. എന്നാൽ താൻ യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ നിലനിൽക്കുമെന്നും സിസ തോമസ് വ്യക്തമാക്കി. VC-ക്കൊപ്പമെന്ന നിലപാടാണ് സിൻഡിക്കേറ്റിലെ UDF അംഗം സ്വീകരിച്ചത്. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടിക്കാണ് നിയമസാധുതയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പ്രതികരിച്ചു. നാളെ കോടതിയിൽ വരുന്ന വിഷയമായ രജിസ്ട്രാറിന്റെ സസ്പെൻഷന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആണ് അത് കൊടുക്കേണ്ടത്. അതിന്റെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടിയത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈസ് ചാൻസലർക്ക് പ്രത്യേകം അധികാരം അനുവദിക്കുന്ന ആക്ടിലെ 1013 എന്ന് പറയുന്ന വകുപ്പ് എടുത്തുപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ നടപടിയെടുത്തിരിക്കുന്നത്. ആ വകുപ്പ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ആക്ട് പറയുന്നുണ്ട് ഏതെങ്കിലും നിലയിലുള്ള ഒരു എക്സിജൻസി ഉണ്ടാവണം. ഇത് ഇവിടെ പാലിച്ചിട്ടില്ല. കാരണം ഒരു എക്സിജൻസി ഇല്ല. സംഭവം നടന്നത് ജൂൺ 25-ന്, നടപടിയെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ്. ഒരു എക്സിജൻസി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് ഉപയോഗിച്ചത് നിലനിൽക്കില്ല. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വൈസ് ചാൻസലർക്കും 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറല്ല. അവർ ആ സിൻഡിക്കേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി VC അല്ല, സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് 100% അർഹതയുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ചെയർപേഴ്സൺ സിൻഡിക്കേറ്റ് യോഗം നടത്തി രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ റദ്ദു ചെയ്തിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് നിൽക്കേണ്ടത്. കോടതി പരിശോധിക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. VC-ക്ക് രജിസ്ട്രാർക്കെതിരായി അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമില്ലാത്തതാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഗോപാൽ ശീലാസനലും TV പ്രസാദും ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ഗോപാൽ ശീലാസനലിലേക്കാണ്. ഗോപാൽ ശീലാസനൽ, യോഗം ചേരുന്നു, യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. അതായത് കോടതിയിൽ കൊടുക്കേണ്ട മറുപടി സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് ആ തീരുമാനം വരുന്നത്. VC അങ്ങോട്ട് മാറിയ തക്കത്തിന് സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ അങ്ങ് റദ്ദാക്കുകയായിരുന്നു. എന്താണ് യോഗത്തിൽ നടന്നത്? ഇനി എന്ത്? സുജിയ, ഇതിൽ VC ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പ്രമേയം ചർച്ചയ്ക്ക് വന്നത് എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ VC സിസ തോമസ് അറിയിച്ചു അത് അംഗീകരിക്കാൻ കഴിയില്ല, അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് എന്ന്. അപ്പോൾ സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു എന്തടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന്. അപ്പോൾ അത് സംബന്ധിച്ച റിപ്പോർട്ട് സിസ തോമസ് ടേബിൾ ചെയ്തു. ഇതോടുകൂടി തന്നെ സ്വാഭാവികമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചർച്ച തുടങ്ങുകയും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയുമാണ്. അതായത് അധികാര ദുർവിനിയോഗത്തിലൂടെയാണ് ഡോക്ടർ KS അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെന്നും അത് VC-യുടെ അധികാരമല്ല എന്നും സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണെന്നും അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നു, റദ്ദാക്കുന്നു എന്നുമായിരുന്നു സിൻഡിക്കേറ്റ് തീരുമാനം. ഇതോടുകൂടി തന്നെ അത് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമാണെന്നും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുന്നു എന്നും കാട്ടി വൈസ് ചാൻസലർ സിസ തോമസ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇതിന് പിന്നാലെ തന്നെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളായ 2 പേരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗവും ഈ യോഗത്തിൽ നിന്നും VC പോയതിനാൽ ആ യോഗം പിരിച്ചുവിട്ടു എന്ന് സൂചിപ്പിച്ച് അവർ 2 പേരും പുറത്തേക്ക് വന്നു. എന്നാൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച പൂർത്തിയാകാത്തതിനാൽ, അജണ്ട പൂർത്തിയാകാത്തതിനാൽ തന്നെ VC ഇറങ്ങിപ്പോയതിനാൽ അത് യോഗം പിരിച്ചുവിട്ടതായി കണക്കാക്കാൻ കഴിയില്ല എന്നും പ്രോട്ടോകോൾ പ്രകാരം അതിലെ മുതിർന്ന അംഗത്തെ ചെയർ ചെയ്യാൻ, അതായത് അധ്യക്ഷത വഹിക്കാൻ ചുമതലപ്പെടുത്തി രാധാമണി എന്ന ഒരു അംഗത്തെ ചുമതലപ്പെടുത്തിയ ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വാഭാവിക നടപടികൾ പിരിച്ചുവിട്ടു എന്നാണ് VC അവകാശപ്പെടുന്നത്. ഓക്കെ ഗോപാൽ, TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട് വിലയിരുത്തലുമായി. TV പ്രസാദ്, ഇവിടെ രജിസ്ട്രാർ സസ്പെൻഷൻ പിൻവലിച്ചോ ഇല്ലയോ? അതായത് റദ്ദാക്കിയെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവകാശപ്പെടുകയാണ്. എന്നാൽ സസ്പെൻഡ് ചെയ്തത് നേരത്തെ കേരള സർവകലാശാലയുടെ VC-യാണ് മോഹനൻ കുന്നുമ്മൽ. അദ്ദേഹത്തിന് പകരം ചുമതലയാണ് സിസ തോമസിനുള്ളത്. അവർ പറയുന്നു ആ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇതിൽ ഏതിനാണ് നിയമപരമായി സാധുതയുള്ളത് TV പ്രസാദ്? അതും നിയമപരമായ പരിശോധനയിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ് സുജിയ. കാരണം
സിൻഡിക്കേറ്റ് യോഗത്തിൽ ആദ്യം ചുമതലയുള്ള വൈസ് ചാൻസലർ സിസ തോമസ് പങ്കെടുക്കുന്നു. സിസ തോമസ് പറഞ്ഞതനുസരിച്ച് അജണ്ടയിലില്ലാത്ത കാര്യമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലുള്ള നിയമപ്രാബല്യവുമില്ല. അതുകൊണ്ട് സിൻഡിക്കേറ്റ് റദ്ദാക്കി എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല എന്നാണ് സിസ തോമസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് കൂടുന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് സിസ തോമസ് പറയുന്നത്. മറിച്ച് നിലവിലുള്ള ഇടത് സിൻഡിക്കേറ്റിൻ്റെ വേർഷൻ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ആ യോഗത്തിന് ചെയർ ചെയ്യും എന്നുള്ളതാണ്. വി സി ഇല്ലെങ്കിൽ അടുത്ത മുതിർന്നയാൾ എന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് വി സി പറയുന്നത് ശരിയല്ല എന്ന രീതിയിലേക്കാണ് ഇടത് സിൻഡിക്കേറ്റിൻ്റെയും മന്ത്രിയുടെയും ഒരു വിശദീകരണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുജയ, ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം അതിനു മുമ്പ് നടന്ന രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തത്, അതിനു മുമ്പ് നടന്ന സെനറ്റ് ഹാളിലെ ഗവർണർ പങ്കെടുത്ത യോഗം, അതെല്ലാം നിയമപരമായ പരിശോധനയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് 2 സത്യവാങ്മൂലങ്ങൾ വരുന്നു. അതിലൊന്ന് വി സി കൊടുക്കുന്നു, 2 സിൻഡിക്കേറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിയമപരമായി വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും വി സി മോഹനൻ കുന്നുമൽ എടുത്ത ഒരു തീരുമാനം, അത് റദ്ദാക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയുടെ വിയോജനം തള്ളുന്നു. അത് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഹൈക്കോടതി ഈ സസ്പെൻഷൻ ഉത്തരവുമായി ബന്ധപ്പെട്ട കേസിൽ അത് വിശദീകരണം ചോദിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി എന്താണ് നിയമവഴിയിൽ നടക്കാൻ പോകുന്നത് എന്നത് നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കാം. താങ്ക് യു TV പ്രസാദ് ആൻഡ് ഗോപാൽ ഷീല സനൽ.